വിഴിഞ്ഞം സംബന്ധിച്ച് CPM-ൽ തന്നെ രണ്ട് അഭിപ്രായം ഉയർന്നു വരികയാണല്ലോ. എന്താണ് തന്നെ അത് വളരെ വ്യക്തമായിരുന്നു. ജയരാജൻ പറയുന്നു അഴിമതി ഉണ്ട് എന്ന കാര്യം നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞ KK രാഗേഷ് അങ്ങനെ ഞാൻ വിശദീകരിക്കട്ടെ, എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അങ്ങനെ ശൈലജ ടീച്ചർ അതല്ല പറയുന്നു. അങ്ങനെ രണ്ട് തട്ടിലായിട്ടുണ്ടോ CPM കാര്യത്തിൽ? അതിൻ്റെ അകത്ത് ഒരേ തട്ടിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. രണ്ട് തട്ടിൽ എന്നുള്ളത് നിങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്. ഒരേ അഭിപ്രായമാണ് കാര്യത്തിലുള്ളത്. ഒന്ന്, ജനങ്ങൾ അറിയാതെ, ഗവൺമെൻറ് അറിയാതെ ഏതോ ഒരു തലത്തിൽ രൂപം കൊണ്ട ഒരാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷെയർ വിൽപ്പന നടന്നിട്ടുള്ളത്. ഷെയർ വിൽപ്പനയാണ്, അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. 49% ഷെയർ ഒരു വിദേശ കോർപ്പറേറ്റ് കമ്പനിക്ക് കൈമാറിയാൽ സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖവും അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികളും വിദേശ കോർപ്പറേറ്റ് ശക്തിയുടെ കയ്യിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നില്ല. ഒരു വ്യക്തത ഉണ്ടാക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ അറിവുണ്ടായിരുന്നു, UDFൻ്റെ അറിവുണ്ടായിരുന്നു. ഇല്ല എന്ന് മാത്രമല്ല, സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. അതിൻ്റെ അനുബന്ധമായി നടന്നിട്ടുള്ള പശ്ചാത്തല പ്രവർത്തനങ്ങളെല്ലാം സംശയാസ്പദമാണ്. അതാണ് പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും സൂചിപ്പിച്ചത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. രണ്ടഭിപ്രായം ഇല്ലേ? അല്ല, പാർട്ടി അതിൻ്റെ അകത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ. അല്ല, വാർത്തയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു. ദേശാഭിമാനിയിൽ വരുന്നതിനേക്കാളും മുമ്പേ ദേശീയ പത്രങ്ങളിൽ ആ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യം എന്നുള്ള നിലയിലാണ് ദേശാഭിമാനി അത് കൊടുത്തത്. പക്ഷെ ആ കൊടുത്ത വാർത്തേൻ്റെ ഉള്ളടക്കം വായിക്കുമ്പോൾ എന്തോ കോർപ്പറേറ്റുകൾക്ക് ഷെയർ വിൽക്കുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുത്തു LDF ഗവൺമെൻറ് എന്നുള്ളൊരു വ്യാഖ്യാനം വരും. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു വാർത്താപത്രം കൂടിയാണല്ലോ, പാർട്ടി പത്രം മാത്രമല്ലല്ലോ. ആ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് അവരത് കൊടുത്തത്. പക്ഷേ ഈ രൂപത്തിലുള്ളൊരു വ്യാഖ്യാനം വരുന്നതിന് ആ വാർത്ത ഇടവരുത്തി എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്.